ഹലോ, വെൽക്കം ബാക്ക്. വരാത്തുരാവിന് സ്പെഷ്യൽ ഡിഷായിട്ടുള്ള ചക്കരച്ചോറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബിരിയാണിയുടെ അരിയാട്ടോ. ബിരിയാണിയുടെ അരി തന്നെ വേണമെന്നൊന്നുമില്ല, പച്ചരി കൊണ്ടുണ്ടാക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയുടെ അരി 1 കപ്പ്, അതുപോലെ 100 ഗ്രാം ശർക്കര, അരമുറി തേങ്ങ, 3/4 ടീസ്പൂണോളം നെയ്യ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 കപ്പ് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. 1 കപ്പ് ബിരിയാണി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വരാം. 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചു. അരമുറി തേങ്ങ തേച്ചരികിയിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും സ്റ്റൗവിലോട്ട് ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ശർക്കരയിലും തേങ്ങയിലൊക്കെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ 1.5 കപ്പിനേക്കാളും മുകളിൽ വരത്തക്ക വിധത്തിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാത്രമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ആഡ് ചെയ്തത്. അപ്പം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ച് വരട്ടെ, ഒന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് തിളച്ചിട്ടു. ഈ വെള്ളം തിളച്ച് വരുന്നവരെ ഒന്ന് അടച്ചു വെക്കാം. വെള്ളമൊക്കെ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്കാക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ 3 ഏലക്കായ ഇട്ടിട്ടുണ്ട്, ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഒരു 3/4 ഭാഗവും ഇപ്പോൾ അരിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നെയ്യ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശർക്കര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ശർക്കര ആണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാവോ, അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ച് അരിച്ചൊഴിച്ച് കൊടുക്കണം. ഇനി ചോറിലോട്ട് ഈ ശർക്കര ആവുന്ന രീതിയിൽ നന്നായിട്ട് കുത്തി ഉടച്ച് യോജിപ്പിക്കണം. അപ്പോൾ ഇടയിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ശർക്കരയും ഈ അരിയിലോട്ട് നന്നായി ആവുന്ന രൂപത്തിൽ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നേരം തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ഇപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാതിരിക്കാൻ. അപ്പം ഇതിന് കാണിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി ഇതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റണം. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ